നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 782 782. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 782. ഭഗവാന്റെ ഉപാസനാകാന്ഡം എന്നുള്ള ഭാഗത്ത് 46-ാം സർഗം യമനിയമാദികൾ വളരെ ഗഹനമായിട്ടുള്ള വേദാന്ത സാരങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ശ്ലോകം നമ്പർ 24 ബന്ധമോക്ഷങ്ങൾ വേണ്ടും പോലറിവോനാണ് പണ്ഡിതൻ. പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ബന്ധവും മോക്ഷവും, ജീവിതത്തിനോട് ബന്ധം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ മായയിൽ കുടുങ്ങുക, അജ്ഞാനം കൊണ്ട്. മോക്ഷം കിട്ടുക എന്ന് പറഞ്ഞാൽ ബന്ധനത്തിൽ നിന്ന് മോക്ഷം കിട്ടുക, മായയുടെ ബന്ധനത്തിൽ നിന്ന് മോക്ഷം കിട്ടുക എന്നർത്ഥം പറയാം. അതേപോലെ അല്ലാതെ എങ്ങും പ്രസംഗിപ്പതല്ല പാണ്ഡിത്യ ലക്ഷണം. അതും ഇതും പറഞ്ഞ് നടക്കലല്ല പാണ്ഡിത്യ ലക്ഷണം. വാശി അല്ലെങ്കിൽ കലഹം അല്ലെങ്കിൽ തർക്കം, ഞാൻ ജയിച്ചു നിങ്ങൾ തോറ്റു എന്നൊക്കെ പറയണ്ടല്ലോ, അതല്ല. പിന്നെ പറയണു വിദ്യ ഓർക്കിൽ വെറും ശാസ്ത്രജ്ഞാനമല്ല. വെറും ശാസ്ത്രജ്ഞാനമല്ല, പിന്നെന്താ? വിദ്യ ഓർക്കിൽ വെറും ശാസ്ത്രജ്ഞാനമല്ല, അത് ജീവനിൽ മർത്യാദിഭേദം തോന്നാതെ. മർത്യാദിഭേദം അതായത് അമേധ്യത്തിലെ കൃമി മുതൽക്ക് ബ്രഹ്മാവ് വരെയുള്ളവരൊക്കെ ഒരേപോലെയാണ് വേദനയുടെയും സുഖത്തിലും എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കണം. എന്തിനപ്പം അത്രയൊക്കെ പറഞ്ഞത്? നാം തന്നെ നമ്മുടെ ഒരു കൈ കൊണ്ട് മറ്റേ കൈയിനെ ഒന്ന് പിച്ചിയാൽ നമുക്ക് തന്നെ വേദനിക്കില്ലേ? അപ്പം മറ്റുള്ളവരെ അടിക്കുകയൊക്കെ ചെയ്താൽ അവർക്ക് വേദനിക്കില്ലേ? അപ്പോൾ ആ വേദന, നമ്മുടെ വേദനയും അവരുടെ വേദന എന്താ വ്യത്യാസം? നമ്മുടെയും അവരുടെയും സന്തോഷത്തിന്, ഉറക്കത്തിന്, വിശപ്പിന്, ദാഹത്തിന്. ഇപ്പോൾ കല്യാണത്തിനൊക്കെ പോരുണ്ടെങ്കിൽ ആൾക്കാർ വിശപ്പുകൊണ്ടല്ല ഊണ് കഴിക്കുന്നത്, സമയത്തിന് ഊണ് കഴിച്ച് വേഗം പോകണം. അതാണ് ഗേറ്റ് ക്രാഷൊക്കെ ചെയ്ത് തട്ടിമറിച്ച് ഡിസിപ്ലിനിലാണ്ട്. അതല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് മർത്യാദിഭേദം തോന്നാതെ സർവത്ര സമദർശനം, സുഖദുഃഖങ്ങൾ വകവയ്ക്കാകയേ ശരിയാം സുഖം. ശരിക്കുള്ള സുഖം എന്താ? സുഖദുഃഖങ്ങൾ വകവയ്ക്കായകയേ. സുഖം ഉണ്ടാകുമ്പോൾ തുള്ളിച്ചാടും വേണ്ട, ദുഃഖം ഉണ്ടാകുമ്പോൾ വിഷമിച്ചിരിക്കും വേണ്ട. അതാണ് ശരിയാം സുഖം. അതോർത്തിയിടാതെ സാമഗ്രി വളർത്തുവത് അനർത്ഥമാം. വീട്ടിൽ അത് വേണം ഇത് വേണമെന്ന് വാശിയിൽ മറ്റുള്ളവർക്ക് കണ്ണു കടിക്കത്തക്ക വിധത്തിലെ സാധനങ്ങൾ വാങ്ങിക്കൂട്ടി ഷോക്കേസിൽ സ്ഥലമില്ലാതെ കണ്ടാക്കണത് അനർത്ഥത്തിനുള്ള കാര്യമാണെന്നാണ് പറഞ്ഞത്. പിന്നെ ദുഃഖം കാമസുഖാപേക്ഷ അടങ്ങിയിടാത്ത ദുസ്ഥിതി. ദുഃഖം കാമസുഖാപേക്ഷ അടങ്ങിയിടാത്ത. അടങ്ങുന്ന വേണം. അടങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ? അടക്കുക എന്ന് അർത്ഥമുണ്ട്. അവരവരുടെ തിന്മയോടനുബന്ധമായ വാസനകളെ അടക്കണം. അപ്പോൾ ദുഃഖം കാമസുഖാപേക്ഷ അടങ്ങിയിടാത്ത ദുസ്ഥിതി. ഭാഗ്യം ഈശ്വരവിശ്വാസാദികൾ ഉൾത്തിങ്ങി നിൽപ്പതാം. എന്താ ഭാഗ്യം? ആനയും കോപ്പൊക്കെ ഉണ്ടായ ഭാഗ്യമായോ? ഇല്ല. ഈശ്വരവിശ്വാസാദികൾ ഉൾത്തിങ്ങി നിൽപ്പതാം. ഉൾത്തിങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ? ക്ഷാമമില്ലാതെ കണ്ട്. ക്ഷാമം ഉണ്ടാവാൻ പാടില്ല. എന്തിന്? ഈശ്വരീയതയ്ക്ക്. ടു ബി കൈൻഡ് ടു ആൾ. എല്ലാ ജീവജാലങ്ങളോടും മര്യാദാമസൃണമായ രീതിയിൽ ജീവിക്കണം എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു
യഥാർത്ഥ ലാഭം മർത്യന് ഭഗവത് ഭക്തി മാത്രമാം. ബിസിനസ്സിൽ ലാഭം, ബാങ്ക് ബാലൻസ്, അതൊന്നുമല്ല. യഥാർത്ഥ ലാഭം മർത്യന് ഭഗവത് ഭക്തി മാത്രമാം. സംശുദ്ധമായ ഭക്തി എത്രയുണ്ട്, അതാണ് ലാഭം. ഭജിപ്പാൻ കൊള്ളും ഈ മർത്യശരീരം ശരിയാം ഗൃഹം. ശരിക്കുള്ള ഗൃഹം ഏതാ? അവനവൻ്റെ വീട് എന്ന് പറയാൻ അവനവൻ്റെ ശരീരം. കാരണം ജഗദീശ്വരന് വസിക്കാനും വേണ്ട സമയത്ത് ഇറങ്ങിപ്പോവാനും ഉള്ള ഗൃഹമാണത്, ശരീരം. ഭജിപ്പാൻ കൊള്ളും ഈ മർത്യശരീരം ശരിയാം ഗൃഹം. ആഡംബരങ്ങളും മറ്റും തിങ്ങും ഗേഹം ഉപദ്രവം. 4 റൂമിൽ 5 AC ഉണ്ട്, 3 കാറുണ്ട്, അമ്പലത്തിലേക്ക് പോകാനൊരു കാറ്, മത്സ്യമാംസാദി ഡ്രിങ്ക്സ് വാങ്ങി കൊണ്ടുവരാൻ വേറൊരു കാറ്, അങ്ങനെയൊന്നുമല്ല. അപ്പോൾ ആഡംബരങ്ങളും മറ്റും തിങ്ങും ഗേഹം ഉപദ്രവം. മൂഢൻ നിന്നിക്കിൽ മിണ്ടാതെ പുറത്തിടുകയാം ക്ഷമാം. മൂഢൻ നിന്നിക്കിൽ, അതാണ് മൂഢൻ നിന്നിക്കിൽ മിണ്ടാതെ പുറത്തിടുകയാം ക്ഷമ. എനിക്കത് പലപ്പോഴും ശരിയായിട്ട് തോന്നിയിട്ടുണ്ട്. എന്താ, നമ്മുടെ അടുത്തിപ്പോൾ ഇടപഴകുമ്പോൾ നമ്മൾ വിഡ്ഢിയാണ്, അവരൊക്കെ സമർത്ഥന്മാരാണെന്നുള്ള രീതിയിൽ പെരുമാറും. നമ്മൾക്ക് ഈ ഒരു ടീച്ചിങ് ആദ്യം മുതൽക്കുള്ളത് കാരണം അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അപ്പോൾ അവർ വിചാരിക്കും, ഓ പൊണ്ണനൊന്നും മനസ്സിലായിട്ടില്ല എന്നുള്ളത്. അപ്പോൾ എൻ്റെ തിസിസ് പ്രത്യയശാസ്ത്രം എന്താ വിചാരിച്ചാൽ, നമ്മൾ ഒരു ബുദ്ധുവാണ് എന്ന് സ്വയം നടിക്കുക. അപ്പോൾ അവർക്കൊരു സന്തോഷം ഉണ്ടാവും, വെറുതെ കിട്ടേണ്ട സന്തോഷം. അത് കണ്ടിട്ട് നമ്മളും ചിരിക്കുക ഉള്ളിൽ, മനസ്സിലായില്ലേ? അപ്പോൾ മൂടൻ നിന്നിക്കിൽ മിണ്ടാതെ പുറത്തിടുകയാം ക്ഷമ. അതിനാവാത്തവൻ ചൂടും തണുപ്പും കൊള്ളുവതെന്തിനാം. അപ്പോൾ ക്ഷമിക്കാൻ സാധിക്കാത്തൊരവസരം വന്നാൽ അതിന് ആവാത്തവൻ ചൂടും തണുപ്പും കൊള്ളുവത്. ചൂടായിട്ട് എന്താ കാര്യം എന്ന്. ആഢ്യൻ സൽഗുണസമ്പൂർണൻ ദരിദ്രൻ തൃപ്തിയറ്റവൻ കൃപണൻ. അതായത് അവിടെ ഒരു കോമയുണ്ട്. ആഢ്യൻ സൽഗുണസമ്പൂർണൻ, സൽഗുണങ്ങൾ ഇൻ ടോട്ടാലിറ്റിയിൽ മേജർ ഭാഗം ഉണ്ടെങ്കിൽ അവനാണ് ആഢ്യൻ, അല്ലാണ്ട് ജന്മം കൊണ്ടല്ല. ആഢ്യൻ സൽഗുണസമ്പന്നൻ. പിന്നെയോ ദരിദ്രൻ ആരാ? തൃപ്തിയറ്റവൻ, തൃപ്തിയില്ലാത്തവൻ കൃപണനാണ്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു കൃപണൻ വിഷയാസക്തൻ. ആരാണ് കൃപണൻ? വിഷയങ്ങളിൽ ആസക്തിയുള്ളവൻ. കൃപണൻ വിഷയാസക്തൻ മൂഢൻ ദേഹാഭിമാനിയും. മൂഢൻ ദേഹാഭിമാനിയൊക്കെ ഉള്ളവരൊക്കെ മൂഢന്മാരാണ്. സ്വതന്ത്രൻ ആഗ്രഹം വിട്ടോനതുള്ളോൻ പരതന്ത്രനും. സ്വതന്ത്രനാരാ? ആഗ്രഹങ്ങളില്ലാതെണ്ടിരിക്കണവനാ. അതുള്ളോൻ പരതന്ത്രനും. ആഗ്രഹം ഉണ്ടെങ്കിലോ അവനാരാ? പരതന്ത്രൻ, സ്വാതന്ത്ര്യമില്ലാത്തവൻ. നരകം ദുഷ്ടസംസർഗം. ഏതെന്താ നരകം എന്ന് പറഞ്ഞാൽ എന്താ? ദുഷ്ടസംസർഗമാണ്. സ്വർഗം സജ്ജന സംഗതി. സ്വർഗം എന്ന് പറഞ്ഞാൽ സജ്ജനങ്ങളായിട്ടുള്ള സംവാദം, കൂടിക്കഴിയൽ ഒക്കെ സ്വർഗമാണ്. ഭക്തിയാദി തന്നെ സന്മാർഗം. ഭക്തി, ശ്രദ്ധ, അവിടെ അതായത് ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങളാണ് സന്മാർഗം, നേരായ മാർഗം. ദുർമാർഗം ലോകവിഭ്രമം. ലോകനെ കണ്ട് വിഭ്രമിക്കുക. അയ്യോ എൻ്റെ കൂടെ പഠിച്ച ആൾ കളക്ടറായാലോ, കോടീശ്വരനായാലോ, ഒന്നും പ്രശ്നമില്ല. ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല.
അപ്പോൾ ദുർമാർഗം ലോകവിഭ്രമം ബന്ധുവും ഗുരുവും പാരിലാർക്കും ഞാൻ തന്നെയാം സഖേ. ഇത് മനസ്സിലാക്കാത്തവരാണ് മനുഷ്യന്മാരുടെ ഫോട്ടോ എടുത്ത് വയ്ക്കുന്നത്. പരമമായ ഗുരു അവരവരുടെ ഉള്ളിലുള്ള ചൈതന്യമാണ്. ആ ചൈതന്യം ചതിക്കില്ല. ഇപ്പോൾ ഈ മനുഷ്യന്മാരെ ഈശ്വരനാക്കി കണ്ട എന്താ കുഴപ്പം? വേറെ നല്ല കാര്യങ്ങളൊന്നും ഈ ഒരാൾ പറഞ്ഞത് മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ബന്ധുവും ഗുരുവും പാരിലാർക്കും ഞാൻ തന്നെയാം സഖേ. ചൊല്ലുവാൻ പലതുണ്ടാകും ഈ വിധം സത്യമോർക്കുകിൽ. ഇങ്ങനെ പലതും പറയാനുണ്ട്, പക്ഷേ പറഞ്ഞതൊന്നും ആരും ശ്രദ്ധിക്കണില്ല, ഫോളോ ചെയ്യണില്ല. അതുകൊണ്ട് അവർക്കൊക്കെ നിത്യ ദുഃഖമാണ് ഉണ്ടാവുന്നത്. പലതിൻ ഗുണദോഷ ചിന്തനം ഫലമില്ല ഏവനും ഒക്കെ വിട്ടുടൻ പരമേശ്വരപാദ പങ്കജ സ്മരണം ചെയ്യുക മാത്രമാം ഗുണം. ഒരുപാട് കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. എന്താ എളുപ്പം? എന്താ? പരമേശ്വരപാദ പങ്കജ സ്മരണം. ഈശ്വരൻ്റെ പാതാരവിന്ദങ്ങളെ സ്മരിച്ചുകൊണ്ടിരിക്കുക. ആര് കൊള്ളരുതാത്തവനാണെന്ന് പറഞ്ഞാലും, ആരും എക്സ്ട്രോവർട്ടാണ് ഇൻട്രോവർട്ടാണ് എന്ത് വർട്ട് ആയാലും കുഴപ്പമില്ല, ഉള്ളിലേക്ക് വലിഞ്ഞവനാണെന്ന് പറഞ്ഞാലും അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് കംപ്ലൈൻ്റ് ഉണ്ട്. താനൊന്നും എൻ്റെ കാര്യത്തിൽ സഹകരിക്കണില്ല, വേണ്ട. അപ്പോൾ പരമേശ്വരപാദ പങ്കജ സ്മരണം ചെയ്യുക മാത്രമാം ഗുണം. വേറെ ഒന്നും ഗുണം ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ഉപാസനാകാണ്ഡേ ഷൽ ചത്വാരിശ സർഗഃ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. 47 സർഗം ഗുണദോഷ ചിന്തനം. ഗുണം ദോഷമാവുമ്പോൾ എന്താണ് അതിനെപ്പറ്റി ചിന്തിക്കുക. വേദങ്ങൾ കൽപ്പിച്ചവയില്ല രണ്ടും ഗുണങ്ങൾ ദോഷങ്ങളും ഇപ്രകാരം വിടാവതോ ശങ്കയിത് ഉദ്ധവൻ ചെറ്റുണർത്തിനാൻ ഉടയോൻ്റെ മുമ്പിൽ. സാക്ഷാൽ പരമ്പൊരുൾ ശ്രീകൃഷ്ണൻ്റെ മുമ്പിൽ ഉടയോൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടപ്പെട്ട ആൾ. ഇതിനേക്കാൾ വേണ്ടപ്പെട്ട ആൾ വേറെ ആരുമില്ല. കാരണം നമ്മുടെ ഹൃദയഗുഹരത്തിലാണ് അദ്ദേഹം വസിക്കുന്നത്. വേദങ്ങൾ കൽപ്പിച്ചവയില്ല രണ്ടും ഗുണങ്ങൾ ദോഷങ്ങളും ഇപ്രകാരം വിടാവതോ ശങ്കയിത് ഉദ്ധവൻ ചെറ്റു ഉണർത്തിനാൻ ഉടയോൻ്റെ മുമ്പിൽ. എന്താ പറഞ്ഞത്? ദോഷഗുണം വിണ്ണരകങ്ങൾ. ദോഷഗുണം 1, വിണ്ണരകങ്ങൾ, പുണ്യപാപങ്ങൾ, വർണ്ണാശ്രമ താരതമ്യം. ഏതാ നല്ലത്, ഏതാ ചീത്ത, ഇത് നല്ലത്, അത് മോശം എന്നൊക്കെ താരതമ്യപ്പെടുത്തും. അതൊന്നും വേണ്ട. വിണ്ണരകങ്ങൾ, പുണ്യപാപങ്ങൾ, വർണ്ണാശ്രമ താരതമ്യം ഇതൊന്നും ഇല്ലെങ്കിൽ ഒരേ വിധത്തിൽ നിൽക്കും പ്രപഞ്ചത്തിന് ഉയർച്ചയുണ്ടോ? ഈ ഉയർച്ച ഉണ്ടാവണമെങ്കിൽ ഗുണദോഷങ്ങൾ അറിയണം. ഗുണദോഷങ്ങൾ നമ്മളാണ് ഉയർച്ചയെ പറ്റിയിട്ട് അറിയാൻ പറ്റുള്ളൂ. സ്വർഗാപവർഗങ്ങളും മായക്കവയ്ക്ക് മാർഗങ്ങളും മന്നിതിൽ വേദമല്ലി. സ്വർഗാപവർഗങ്ങളും ആയവയ്ക്ക് മാർഗങ്ങളും. എന്താണ് ഫോമഴി? അതിലേക്കുള്ള മാർഗം വേണ്ടേ? മന്നിതിൽ വേദമല്ലി, അതെ വേദമാണ്. കാണിപ്പതെന്നും പിതൃദേവമർത്യർക്ക് ആശാസ്യമാം നേത്രമിതല്ലീ നാഥ. ഉദ്ധവരെ ശ്രീകൃഷ്ണ പെരുമാളോട് ചോദിക്കുകയാണ്, കാണിപ്പതെന്നും പിതൃദേവ മർത്യർക്ക് ആശാസ്യമാം നേത്രം അതില്ലീ നാഥ. ഏതാ അത്? മനസ്സ് അല്ലേ? അപ്പോൾ പറഞ്ഞു, ഗുണങ്ങൾ ദോഷങ്ങളും ഈ മനുഷ്യക്ഷേമത്തിനായല്ലീ വധിച്ചു വേദം. ഈ ഗുണദോഷങ്ങൾ അറിയണം, ഗുണദോഷങ്ങൾ അറിഞ്ഞ് പെരുമാറണം എന്നൊക്കെ എന്തിനാ പറയണത്? ഗുണങ്ങൾ ദോഷങ്ങളും ഈ മനുഷ്യക്ഷേമത്തിനായല്ലീ വിധിച്ചു വേദം. ഈ വണ്ണം എന്താണ് അവിടുന്ന് രണ്ടും വേണ്ടെന്നു കൽപ്പിപ്പതിൻ അർത്ഥമാവോ? അങ്ങ് പറയുന്നുണ്ടല്ലോ ഭക്തി മതി, ഇതൊന്നും വേണ്ട.
ഈ വണ്ണം എന്താണ് അവിടുന്ന് രണ്ടും വേണ്ടെന്നു കൽപ്പിപ്പതിനർത്ഥമാവോ? അതിൻ്റെ അർത്ഥം എന്താ ഒന്നും മനസ്സിലാക്കി അത്രക്കല്ല എന്ന് പറയണം. ഞാൻ ഓതിനേൻ ഇങ്ങനെ, ഭഗവാൻ പറയാ, ഞാൻ പറഞ്ഞു ഇങ്ങനെ, മറ്റുമട്ടിൽ വിധിച്ചു വേദം. വേദത്തിൽ വേറൊരു പ്രകാരമാണ്. ശരിയാണു രണ്ടും ഓർത്താലും ഓരോരധികാരി ഭേദം നിമിത്തമാം. ഇത് നല്ലത് അത് ചീത്ത എന്നുള്ളത് അധികാരി ഭേദം കൊണ്ടാണ് എന്നാണ് പറഞ്ഞത്. അതെങ്ങനെ അധികാരി ഭേദം എന്ന് പറഞ്ഞാൽ ഈ കൊൽക്കാരൻ അധികാരി അല്ല കേട്ടോ. ആരാരെ ഏത് തത്വത്തിനെ ആശ്രയിക്കണം, അവിടെയാണ് ഈ അധികാരി എന്ന് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു മർത്യൻ്റെ അപ്പോൾ പറഞ്ഞു ഓർത്താലും ഓരോരധികാരി ഭേദം നിമിത്തമാം നീരജനേത്രനോതി. അപ്പോൾ ഭഗവാൻ മറുപടി പറഞ്ഞു, നീരജനേത്രനോതി മർത്യൻ്റെ നന്മയ്ക്ക് വിധിച്ചു കർമ്മജ്ഞാനങ്ങളും ഭക്തിയും ഇപ്രകാരം. ഈ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെപ്പറ്റി വായ തോരാതെ കണ്ട് സംസാരിക്കുക. അതെങ്ങനെ? അതാണ് പറഞ്ഞത്. മർത്യൻ്റെ നന്മയ്ക്ക് വിധിച്ച കർമ്മ ജ്ഞാനങ്ങളും ഭക്തിയും ഇപ്രകാരം. യോഗങ്ങൾ ഈ മൂന്നും അകന്ന് മറ്റൊരു ഉപായം ഇല്ല ഏവനും ഇതേതിടത്തും. അതാണ് പറഞ്ഞത്. ഓർത്താൽ ഓരോരധികാരി ഭേദം നിമിത്തമാം എന്ന് നേരജന ശ്രീകൃഷ്ണൻ പറഞ്ഞു. മർത്യൻ്റെ നന്മയ്ക്ക് വിധിച്ച കർമ്മജ്ഞാനങ്ങളും ഭക്തിയും ഇപ്രകാരം. യോഗങ്ങൾ ഈ മൂന്നും അകന്ന് മറ്റൊരുപായമില്ലേവനും ഇതേ ഒരു ഉപായം വേറെ ഇല്ല എന്നാണ് പറഞ്ഞത്. ഇതൊന്നും നമുക്ക് മനസ്സിലാവില്ല. ഇല്ല ഏവനും ഏതിടത്തും, വേറെവർ യു ഗോ. ഈ ഭക്തിജ്ഞാന വൈരാഗ്യം എത്രത്തോളം ഗുണമുണ്ടാക്കും അതേപോലെ വേറൊന്നുമില്ല എന്ന് പറഞ്ഞു. 7 ഉൾത്തട്ടിലെങ്ങും പലമട്ടു ദൃശ്യസങ്കല്പജാലങ്ങൾ നിറഞ്ഞു നിൽക്കേ. മനസ്സിൽ ഉൾത്തട്ടിൽ എങ്ങും എവിടെയും പലമട്ട് ദൃശ്യസങ്കല്പജാലങ്ങൾ നിറഞ്ഞു നിൽക്കേ. ഗ്രഹത്തിൽ വാണങ്ങിനെ കർമ്മയോഗം ശീലിച്ചിടേണം നരൻ അപ്രകാരം. മനുഷ്യനായാൽ അവൻ എന്ത് വേണം? ഗൃഹത്തിൽ താമസിച്ചുകൊണ്ട്, ചുതുകളി സ്ഥലത്തോ കള്ളുഷോപ്പിലോ അല്ലാന്നാണ് പറഞ്ഞത്. ഗൃഹത്തിൽ വാണങ്ങിനെ കർമ്മയോഗം ശീലിച്ചിടേണം നരൻ അപ്രകാരം. കുടുംബകാര്യങ്ങളിൽ മാത്രം ഉള്ളം കുടുങ്ങിയിടുന്നോർക്കു വിധിച്ചു കർമ്മം. ഈ കർമ്മം കർമ്മയോഗം ആർക്കാ? കുടുംബകാര്യങ്ങളിൽ മാത്രം ഉള്ളം. ഈശ്വരീയതയിൽ ഉള്ളം ഇല്ലെങ്കിൽ അവൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലെന്ന് പറഞ്ഞ മാതിരിയാവും. ഏതൊരാളുടെയും എന്താ പറയുക, ശ്രേയസ് എന്താ? ആ ശ്രേയസ് ഉൾത്തട്ടിലെങ്ങും പലമട്ട് ദൃശ്യസങ്കല്പജാലങ്ങൾ നിറഞ്ഞു നിൽക്കേ. ഗൃഹത്തിൽ വാണങ്ങിനെ കർമ്മയോഗം ശീലിച്ചിടേണം നരന്ന പ്രകാരം. കുടുംബകാര്യങ്ങളിൽ മാത്രം ഉള്ളം കുടുങ്ങിടുന്നോർക്കു വിധിച്ചു കർമ്മം. ജ്ഞാനത്തിനാം യോഗ്യത ബാഹ്യലോക വിരക്തി വന്നോർക്കു ജഗത്തിതിങ്കൽ. ജ്ഞാനത്തിനാണ് യോഗ്യത. അറിവില്ലെങ്കിൽ ഒരു കാര്യം നടക്കില്ല. ബാഹ്യലോക വിരക്തി വന്നോർക്കു ബാഹ്യലോക വിരക്തി, അതായത് പുറമേക്ക് നോക്കി ഇരുന്നിട്ട് വെള്ളം കുടിച്ചാൽ യാതൊരു കാര്യമില്ല. വിരക്തി വന്നോർക്കു ജഗത്തിതിങ്കൽ ഭാഗ്യം നിമിത്തം ഭഗവത് കഥാതി സംപ്രീതിയുണ്ടെങ്കിലും ഉൾക്കുരുന്നിൽ. പൂർവജന്മാന്തര സുഹൃതം കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? കഥാപീയൂഷം, ഈശ്വരൻ്റെ കഥാപീയൂഷം, അമൃത് പാനം ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഭാഗ്യം നിമിത്തം ഭഗവത് കഥാതി സംപ്രീതിയുണ്ടെങ്കിൽ ഉൾക്കുരുന്നിൽ ധനാശയും മറ്റും അടങ്ങി. ധനത്തിനോട് അധികം ആശ ഉണ്ടാവാൻ പാടില്ല. ധനാശയും മറ്റുമടങ്ങി നിൽപ്പുണ്ടാം അട്ടഴും മർത്യനു ഭക്തിയോഗം. കാശിൻ്റെ വരുമാനത്തിനെ പറ്റി ചിന്തിക്കാണ്ട് വരുമ്പോൾ നോക്കാം.
എന്ന് മനസ്സിലാക്കി ഒരു 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 ഒഴുക്കം മട്ടിലിരുന്നാൽ മതി. അപ്പോൾ ധനാശയും മറ്റും അടങ്ങി നിൽപ്പുണ്ടാം ആ മട്ടെഴും മർത്തന് ഭക്തിയോഗം. അപ്പോഴാണ് ഭക്തിയോഗത്തിലേക്കുള്ള വാതിൽ തുറക്കുക. കർമ്മങ്ങൾ ചെയ്യണം ഉറച്ചുറച്ച് വൈരാഗ്യം അത്യുജ്വലമാകുവോളം. കർമ്മങ്ങൾ ഏതുവരെ ചെയ്യണ്ടു? വൈരാഗ്യം വരണ വരെ, അത്യുജ്വലമാകുവോളം. അല്ലെങ്കിൽ എൻ പുണ്യകഥാമൃതാസ്വാസനത്തിലുള്ള മുഴുകിയിടുവോളം. അല്ലെങ്കിൽ എപ്പൊരിക്കൽ ഭഗവാന്റെ കഥാമൃത ആസ്വാദനത്തിലുള്ള മുഴുകണം. സദാസേവ്യ തന്നെയാണ് അർത്ഥേ. അവസ്ഥ, സത്യം മാത്രമല്ല അവസ്ഥ ആയിരിക്കേണ്ടത്. അപ്പോൾ സ്വധർമ്മമമ്പാർന്നു യജിച്ചുകൊണ്ടും നിഷിദ്ധ കർമ്മങ്ങൾ വെടിഞ്ഞുകൊണ്ടും. എങ്ങനെയാണ് ജീവിക്കേണ്ടത്? സ്വധർമ്മം എന്ന് പറഞ്ഞാൽ ഈശ്വരവചനം തന്നെയാണ്. യജിച്ചുകൊണ്ടും നിഷിദ്ധ കർമ്മങ്ങൾ വെടിഞ്ഞുകൊണ്ടും. ചെയ്യാൻ പാടില്ലാത്തത്, അരുതാത്തത് ചെയ്യരുത്, അത്രയേ ഉള്ളൂ. നിഷ്കാമമാം ജീവിതമാർന്നിടുന്നോനണഞ്ഞിടാവിൻ നരകങ്ങൾ രണ്ടും. അതായത് ആകാശത്തിൽ ത്രിശങ്കു സ്വർഗത്തിലും നിൽക്കില്ല, നരകങ്ങളും പോവില്ല. നേരെ പിന്നെ എവിടേക്കാണ് പോവുക? വൈകുണ്ഠലോകത്തിലേക്ക്, മോക്ഷപ്രാപ്തി. സ്വധർമ്മ സംശുദ്ധി മായയാൽ അകം തെളിഞ്ഞ് ഉജ്ജ്വലമാമതിങ്കൽ. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. സ്വധർമ്മ സംശുദ്ധി നിമിത്തമായി അകം തെളിഞ്ഞ് ഉജ്ജ്വലമാമതിങ്കൽ വിജ്ഞാനമാർന്നൻ ചരണാരവിന്ദ പ്രേമാമൃതം നേരിൽ നുകർന്നിടുന്നു. അതാണ് എപ്പൊരിക്കൽ ഭഗവാന്റെ വിജ്ഞാനമാർന്ന് ഭഗവാന്റെ ചരണാരവിന്ദം പ്രേമാമൃതം നേരിൽ നുകർന്നിടുന്നു. ഈ ഒരു അവസ്ഥ വേറൊരാളെ ഏൽപ്പിക്കരുത്. അവരവർക്ക് ദാഹിക്കുമ്പോൾ അവരവർ വെള്ളം കുടിക്കണം, അവരവർക്ക് വിശക്കുമ്പോൾ അവരവർ ആഹരിക്കണം, ഉറക്കം വരുമ്പോൾ ഉറങ്ങണം. അതാണ് പറഞ്ഞത്. വിജ്ഞാനമാർന്നൻ ആ വിജ്ഞാനം അറിവോടുകൂടി ചെയ്യണമെന്നാ. ചരണാരവിന്ദ പ്രേമാമൃതം നേരിൽ നുകർന്നിടുന്നു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അങ്ങനെ ഇരിക്കുന്ന ആ മഹാവിഷ്ണുവിൻ്റെ അല്ലെങ്കിൽ ശ്രീമൻ നാരായണൻ്റെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം എല്ലാവരിലും എത്തട്ടെ എന്നും ലോകാസമസ്ത സുഖിനോഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന എന്നും പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, നാളെ കാണാം.